നാളെ രാവിലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡെലിഗേഷൻ ജോർജ് കുര്യൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ഡെലിഗേഷൻ നാളെ വാറ്റിക്കാനിൽ പോകുന്നുണ്ട്. ഞാൻ, അനൂപ് ആൻ്റണി, അനിൽ ആൻ്റണി, സത്നാം സിംഗ് സന്ധുജി, പിന്നെ സുരേഷ്, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാവരും ഒരു ഡെലിഗേഷനായിട്ട് ജോർജ് കുര്യൻജീൻ്റെ ലീഡർഷിപ്പിൽ ഞങ്ങൾ നാളെ വാറ്റിക്കനിൽ പോകുന്നുണ്ട്. അവിടെ എല്ലാവർക്കും അറിയാം, 7-ാം തീയതി വൈകുന്നേരം നമ്മുടെ കേരളയിലെ പ്രിയപ്പെട്ട ഫാദർ ജോർജ് ജേക്കബ് കൂവക്കാടിൻ്റെ കാർഡിനലായിട്ട് ഒരു ഓർഡിനൻഷിപ്പ് സെറിമണിയാണ് 7-ാം തീയതി വൈകുന്നേരം വാറ്റിക്കനിൽ. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ ഡെലിഗേഷനായിട്ട് നാളെ പോകുന്നു. 7-ാം തീയതി അവിടെ ഉണ്ടാവും. സെറിമണിയിൽ ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബെസ്റ്റ് വിഷസ് കൊടുത്ത് മാർപ്പാപ്പ പോപ്പിനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ മടങ്ങി വരും. അത് പറയാനാണ് ഇന്ന് ഞങ്ങളെല്ലാവരും വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വലിയൊരു പ്രിവിലേജ്, ഒരു ഓണറാണ്, ഇന്ത്യക്ക് ഒരു ഓണറാണ്. ഫാദർ കൂവക്കാടിൻ്റെ ഈ ഓർഡിനൻഷിപ്പും അദ്ദേഹം ഒരു കാർഡിനലായി, ഫസ്റ്റ് കാർഡിനൽ ഹു വാസ് നോട്ട് എ ബിഷപ്പ്, not been a bishop, and we wish him also very much success. And ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങളൊരു ഡെലിഗേഷനായിട്ട് നരേന്ദ്രമോദിജി ഞങ്ങളെ അയക്കുന്നുണ്ട് നാളെ. അതിലെല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം പ്രതിപക്ഷത്തു നിന്നൊരു വിമർശനം വരുന്നത് ഈ 7-അംഗ ഡെലിഗേഷനിൽ ഒരാൾ മാത്രമാണ് കോൺഗ്രസിൽ നിന്നുള്ളത്, ബാക്കിയെല്ലാം BJPയുടെ ഒരു സംഘത്തെ അയക്കുന്നുണ്ട് എന്ന വിമർശനമുണ്ട്. അല്ല, അത് അവർക്ക് വിമർശനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോൺസ്റ്റൻറ്റ് ഇഷ്യൂ ആണ്. അത് അവർ ഡീൽ ചെയ്യട്ടെ. ഞങ്ങൾ പോകുന്നത് ഇത് ഒരു ആശംസകൾ കൊടുക്കാനും കൺവേ ചെയ്യാനും ഇത് ഇന്ത്യൻ്റെ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടോ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ല ഞങ്ങൾ പോകുന്നത്. ഇതൊരു വലിയൊരു ഓണറാണ്. ഫാദറിനൊരു വലിയൊരു ഓണറാണ്. കാർഡിനലാവുന്ന ഒരു വലിയൊരു ഓണറാണ്. അദ്ദേഹത്തിന് ആശംസകൾ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ഈ ഓർഡിനൻഷിപ്പിൻ്റെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. രാജീവ്ജി, അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കൂടുതൽ പാർട്ടികളിൽ നിന്നൊക്കെ ആളുകളെ എടുത്തുകൂടായിരുന്നു സാധാരണഗതിയിൽ മുൻപൊക്കെ തെരേസയുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലൊക്കെ പോകുമ്പോഴൊക്കെ ആ നിലയിൽ? ഇതിൽ ഞാൻ ഇന്ന് ഒരു കോൺട്രവേഴ്സിയിൽ ഞാൻ പെടാൻ പോകുന്നില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കട്ടെ, അവർ ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയൊരു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യക്കൊരു ഗ്രേറ്റ് ഒക്കേഷൻ, നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ഗ്രേറ്റ് ഒക്കേഷൻ, നമുക്ക് എല്ലാവർക്കും, ഇന്ത്യൻസായ എല്ലാവർക്കും ഒരു സെലിബ്രേറ്ററി മൂമെൻ്റാണ്. അതിനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ഇതിൽ പോസിറ്റീവായിട്ട് കാണുക. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം കോൺട്രവേഴ്സി ചെയ്യുക. ബട്ട് ഞങ്ങൾ പോകുന്ന അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, അതിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ പറയുന്നു, അത് ക്ലാരിഫൈ ചെയ്യുന്നു. ഈ പോപ്പിന് ഇന്ത്യയിലേക്ക് സ്റ്റേറ്റ് വിസിറ്റിന് ഒഫീഷ്യൽ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി വാത്തിക്കാനാണ് തീരുമാനം എടുക്കേണ്ടത്. അതിൽ എന്തെങ്കിലും വിധത്തിലുള്ള ചർച്ചകൾ, സംസാരങ്ങൾക്ക് സാധ്യതയുണ്ടോ? അല്ല, അതിൽ എനിക്ക് പറയാൻ എൻ്റെ ഒരു കഴിവില്ല. എനിക്ക് അങ്ങനെ ഇൻഫർമേഷനൊന്നുമില്ല. നരേന്ദ്രമോദിജി മാർപ്പാപ്പിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് തന്നെ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ് പ്രോഗ്രസ്, അതിൻ്റെ എന്താണ് സ്ഥിതി എനിക്കറിയില്ല. ബട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു സന്തോഷമായ ഒരു സെലിബ്രേറ്ററി മൂമെൻ്റാണ്. അതിന് ഞങ്ങളൊരു ഡെലിഗേഷനായിട്ട് പോകുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഒരു ഡെലിഗേഷൻ അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് താങ്ക് യു പറയുന്നു. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ വ്യൂസും കൺവേ ചെയ്യുന്നു. ഞങ്ങൾ നാളെ രാവിലെ പോവും. 7-ാം തീയതി വൈകുന്നേരമാണ് ഈ ഓർഡിൻ സെറിമണി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നിട്ട് 8-ാം തീയതി ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യും, മാർപ്പാപ്പിനെ മീറ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ബ്ലെസ്സിങ്സും കിട്ടും, ബ്ലെസ്സിങ് എടുത്തിട്ട് മടങ്ങി വരും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒരു വിശ്വം അതാണ്. കേരളത്തിലെ സഭകളടക്കം മാർപ്പാപ്പയുടെ വിദേശ ദർശനവുമായി ബന്ധപ്പെട്ടുള്ള അഭ്യർത്ഥനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതിനിധി സംഘം പ്രത്യേകിച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുമ്പോൾ ആ ഒരു ആവശ്യം വത്തിക്കാൻ്റെ മുന്നിൽ ഉന്നയിക്കും, അതിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തും. അല്ല, ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾ പോകുന്നത് ഒരു സെലിബ്രേഷനാണ്. ഇതിന് ഒരു കൺഗ്രാജുലേഷൻ ചെയ്യാനാണ് പോകുന്നത്. ഇതിൽ അതിനെക്കാട്ടും ജാസ്തി ഒരു എജൻഡ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ഒരു സെലിബ്രേറ്ററി മൊമെൻ്റാണ്. അതിന് വേറെ കണക്കിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്, ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ് നമ്മൾക്ക് എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ്. അത് സെലിബ്രേറ്റ് ആണ് ഞങ്ങൾ പോകുന്നത്. കേരളത്തിലെ BJP സംബന്ധിച്ചുള്ള ചിലപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനായിട്ട് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി തന്നെ ഇത്തരം ഒരു ഡെലിഗേഷൻ അയക്കുന്നത് ആ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെ വളരെ കാര്യമായി പരിഗണിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ എന്നതിൻ്റെ ഒരു അല്ല, ഞങ്ങൾ BJPയിൽ അങ്ങനെ എല്ലാ സമുദായത്തിൻ്റെ കൂടെ നമ്മുടെ നരേന്ദ്രമോദിജി ആദ്യം തുടങ്ങി പറയുന്നതല്ലേ സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഫോർ എഗെയിൻസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു തോട്ടും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ നോക്കരുത്. ഇത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും എല്ലാ ഇന്ത്യൻസിനും വലിയൊരു പ്രൗഡ് മൊമെൻ്റാണ്. അതിന് സെലിബ്രേറ്റ് ചെയ്യാനും അതിനെ മാർക്ക് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്.